ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് സദ്യക്കൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് കിച്ചടിയുടെ റെസിപ്പിയായിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ടേസ്റ്റി ആയിട്ടുള്ള ആ ബീട്രൂട്ട് കിച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാൻ ഒരു മീഡിയം സൈസുള്ള 2 ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. ഇനി ഇത് ചെയ്യേണ്ടത്, ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മളിനി തൈരൊക്കെ ചേർക്കേണ്ടതുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ബീട്രൂട്ട് നന്നായി വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് വെന്ത് വരണം. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം. ഒരു 3 മിനിറ്റ് മതിയാവും കേട്ടോ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇടയ്ക്കൊന്ന് മൂടി എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കണം കേട്ടോ. ഇനി ഇത് വെന്ത് വരുന്നപ്പോഴേക്ക് നമുക്ക് ഈ ബീട്രൂട്ട് കിച്ചടിക്ക് ആവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കണം. അത് ചെയ്യാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. അതിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം അധികമായാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല കേട്ടോ. ഇതെങ്ങനെ ചെരിച്ച് നോക്കുമ്പോൾ ഇത്ര വെള്ളം വേണം, അത്രയും മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ബീട്രൂട്ട് വേവാൻ വെച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പൊന്ന് ബീട്രൂട്ടിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അരപ്പൊന്ന് നന്നായിട്ടൊന്ന് ബീട്രൂട്ട് കിടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ. 1 മിനിറ്റ് മതിയാവും കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ. തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണം. ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. 1 മിനിറ്റ് മതിയാവേ. 1 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് കിച്ചടിയാണ് കേട്ടോ ഇത്. ഹെൽത്തിയുമാണ്. നമുക്ക് ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. സദ്യ സ്പെഷ്യലായ ഈ കിച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ റെസിപ്പി, തേങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. കാരണം ചൂടോടെ നമുക്ക് തൈര് ഒഴിച്ചു കൊടുത്താൽ തൈര് പിരിഞ്ഞു പോകും. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ട തൈരാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. തൈരിൻ്റെ പുളി നോക്കിയിട്ട് പുളിക്കനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ബീട്രൂട്ടിൽ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് യോജിപ്പിക്കാം. ഞാനിതിൽ 1 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കണം. അതും കൂടെ ചെയ്യാം. കടുക് താളിക്കാനായിട്ട് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ബീട്രൂട്ട് കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അപ്പാടെ ഇളക്കി കൊടുക്കാതെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോഴാണ് ഇതിൻ്റെ സത്തൊക്കെ ഇതൊക്കെ നല്ല അതിലേക്ക് ഫ്ലേവറൊക്കെ ഇറങ്ങി വരത്തുള്ളൂ. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കളറുണ്ട്. പക്ഷേ ഇവിടെ ജനാലയുടെ വെളിച്ചം അടിക്കുന്നതുകൊണ്ടാണ് കളർ അങ്ങനെ ക്യാമറയിൽ കാണാത്തത്, വീഡിയോയിൽ കാണാത്തത് കേട്ടോ. സദ്യ സ്പെഷ്യലായ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഈ ബീട്രൂട്ട് കിച്ചടിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.